ഹായ്, ഇപ്രാവശ്യം നമ്മുടെ ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ചെയ്യുന്നത് നാഗർഹോള ടൈഗർ റിസർവിനകത്തെ നാനാച്ചി ഗേറ്റിലാണ്. നാനാച്ചി ഗേറ്റ് നമ്മുടെ വയനാട് ജില്ലയോട് അടുത്ത് നിൽക്കുന്ന ഭാഗം കൂടിയാണ്. 150-ൽ പരം കടുവകളുള്ള ഒരു ടൈഗർ റിസർവ് കൂടിയാണ് നാഗർഹോള ടൈഗർ റിസർവിനകത്തുള്ള ഈ ഒരു നാനാച്ചി ഫോറസ്റ്റ് ഏരിയ. നാനാച്ചി ഫോറസ്റ്റ് ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയനാട് ജില്ലയോട് അടുത്ത് നിൽക്കുന്ന ഭാഗം കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഏതെങ്കിലും ഒരു വന്യമൃഗം കാട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കേരളത്തിലെ മനുഷ്യവാസ മേഖലകളിലും കൃഷിസ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലേതുപോലെ തന്നെ കേരളത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന കർണാടകത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാടുകളിലും ഈ ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. So we generally try to carry out between June and July before the lantern of fruits. So this is actually not a good season for weed eradication. It's not a very good season. You'll be able to cut, but you won't be able to uproot because the soil is very hard. So if you're planning to come again next time, I would suggest you to come during the rainy season. So and rainy season, our staff will be carrying out this thing along with the local tribal people. 40 tribal people will be working. If you would like, you can join them. So apart from that, if you have any questions, I can answer. നമുക്കുള്ള താമസവും ഭക്ഷണമൊക്കെ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശരിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ചെയ്യുന്ന ഭാഗത്തേക്ക് പോകുവാനുള്ള ട്രാൻസ്പോർട്ടേഷൻ അവരുടെ സ്വന്തം സഫാരി വാഹനത്തിൽ തന്നെയാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ഇതാണ് കർണാടകത്തിലുള്ള സഫാരി വെഹിക്കിൾ. നമ്മൾ കാടിനകത്തേക്കൊക്കെ സഫാരി ബുക്ക് ചെയ്ത് പോകുമ്പോൾ ഇതുപോലത്തെ ക്യാമ്പർ വെഹിക്കിളിലോ അതോ സഫാരി ബസ്സിലോ ആണ് പോകുന്നത്. നമ്മൾ പോകുന്ന ഈ ഒരു റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം വന്യമൃഗങ്ങൾ വരാറുണ്ട് കേട്ടോ. മാനും മ്ലാവും കാട്ടിയും ആനയും ചിലപ്പോഴൊക്കെ കടുവ വരെ ഈ ഒരു റോഡിലൂടെ ക്രോസ് ചെയ്ത് പോകാറുണ്ട്. സാധാരണ നാനാച്ചി ഗേറ്റിൽ നിന്ന് നമ്മൾ 20 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കാടിൻ്റെ എൻട്രൻസിലേക്ക് കടക്കുന്നത്. ഈ കാടിൻ്റെ ഒരു ഭാഗത്തും നമ്മൾ വാഹനങ്ങൾ നിർത്തുവാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പാടില്ല. നല്ലധികം ഫൈന് കിട്ടും. കർണാടക ഗവൺമെൻറ് കുറച്ചുകൂടെ ഈ ഫോറസ്റ്റ് സംരക്ഷണത്തിന് കുറച്ചുകൂടെ മുൻതൂക്കം നൽകുന്നുണ്ട്. അവരുടെ ഫോറസ്റ്റ് നിയമങ്ങൾ അവർ കർശനമായിട്ട് തന്നെ പാലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ ഒരു റോഡിൻ്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ നിർത്തുകയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയോ ഇറങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഗൈഡ് എപ്പോഴും ഇതുവഴി പെട്രോളിംഗ് നടത്തുന്നവരുണ്ട്. അവർ നമുക്ക് ഫൈൻ എഴുതി തരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവിടെയുള്ള ഫോറസ്റ്റുകാർ പറയുന്നത് ഇതുവഴി കടന്നു പോകുന്ന കേരളത്തിലെ 70% വാഹനങ്ങൾക്കും ഫൈൻ ഈടാക്കാറുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഗേറ്റ് കടന്നു പോകാൻ 1 മണിക്കൂറാണ് സമയമുള്ളത്. ആ 1 മണിക്കൂറിനകത്ത് നമ്മൾ ഈ ഒരു ഗേറ്റ് കടന്ന് തൊട്ടപ്പുറത്തെ ഗേറ്റ് കടന്നിട്ടില്ലെങ്കിൽ നമുക്ക് 1000 രൂപ ഫൈൻ കിട്ടും. ഇവിടെ മാക്സിമം ഈടാക്കാവുന്ന ഫൈൻ എന്ന് പറയുന്നത് 25,000 രൂപയാണ്. ആ 25,000 രൂപ മാക്സിമം ഫൈനും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു വാഹനത്തിന് ഈടാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് റീസ്റ്റോറേഷനിലേക്ക് കിടക്കാം. നമുക്കിവിടെ ഇന്ന് റീസ്റ്റോറേഷൻ ചെയ്യാനുള്ളത് കമ്മ്യൂണിസ്റ്റ് പച്ചയാണ്. കമ്മ്യൂണിസ്റ്റ് പച്ച മാത്രമല്ല, ലെൻഡാന, സെന്ന തുടങ്ങിയ കേരളത്തിലുള്ള ഒട്ടുമിക്ക അധിനിവേശ സസ്യങ്ങളും നമ്മുടെ കർണാടക ഫോറസ്റ്റിലുണ്ട് കേട്ടോ. ഈ ഒരു വലിയ പ്രദേശം മുഴുവനായിട്ട് കമ്മ്യൂണിസ്റ്റ് പച്ച പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഇതൊരു നല്ല ചതുപ്പ് നിലമാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പച്ച മുഴുവനായിട്ട് നമുക്ക് പിഴുതു മാറ്റി ഇവിടെ പുതിയ കുറ്റിപ്പുല്ലുകളും പുതിയ പുൽനാമ്പുകളൊക്കെ തന്നെ മുളച്ചു കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സസ്യബുക്കുകളായിട്ടുള്ള വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഈ കാടിൻ്റെ ഈ ഒരു ഭാഗത്ത് നിലനിർത്താൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ട് ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ചെയ്യണം? എന്താണ് ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ എക്കോ റീസ്റ്റോറേഷൻ? അതിനുള്ള ഉത്തരമാണ്, നമ്മൾ സാധാരണയായിട്ട് വന്യമൃഗങ്ങൾ കാട് വിട്ടിട്ട് നാട്ടിലേക്ക് അല്ലെങ്കിൽ ജനവാസ മേഖലകളിലേക്കൊക്കെ ഇറങ്ങുന്ന ന്യൂസുകൾ ഒരുപാട് കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അവർ കാട് വിട്ടിട്ട് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത്? ഒന്ന്, വേനൽക്കാലമാകുമ്പോൾ കാടിനകത്ത് മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമില്ലാതെ, ദാഹജലത്തിനുള്ള വെള്ളമില്ലാതെ വരുമ്പോഴാണ് അവർ വെള്ളം തേടിയിട്ടാണ് കാട് വിട്ടിട്ട് പുറത്തു വരുന്നത്. അതിന് കാരണം ഈ ചൂട് കൂടുന്ന കാലാവസ്ഥ തന്നെയാണ്. അതിനുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത് കാടിനകത്ത് തന്നെ ഒരുപാട് ആർട്ടിഫിഷ്യൽ പോണ്ടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചെറിയ അരുവികളിൽ നമ്മൾ ബ്രഷ് വുഡ് ചെക്ക് ഡാമുകളൊക്കെ ഉണ്ടാക്കുക, അതുവഴി അവിടെ വെള്ളം നിലനിർത്തുക എന്നുള്ളതാണ്. കർണാടക സർക്കാർ ഇതുപോലെ തന്നെ ഒരുപാട് ആർട്ടിഫിഷ്യൽ പോണ്ടുകൾ കാടിനകത്ത് ഉണ്ടാക്കിയിട്ട് ട്രാക്ടർ പോലത്തെ ചെറിയ കണ്ടെയ്നർ വണ്ടികളിൽ അവിടെ വെള്ളം നിറയ്ക്കാറുണ്ട്. അങ്ങനെ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അവിടെ നിലനിർത്തും. മറ്റൊരു കാരണമാണ് കാടിനകത്തുള്ള അധിനിവേശ സസ്യങ്ങളുടെ വളർച്ച. അധിനിവേശ സസ്യങ്ങൾ വളർന്നു കഴിഞ്ഞാൽ അതിന് കീഴെ ഒരു ഒറ്റ തരത്തിലുള്ള കുറ്റിപ്പുല്ലുകളോ കുറ്റിച്ചെടികളോ മറ്റ് പുൽനാമ്പുകളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. കാട്ടിലുള്ള തനതായിട്ടുള്ള ജൈവ വൈവിധ്യങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ കാട്ടിലുള്ള സസ്യബുക്കുകളായിട്ടുള്ള മാന്, മ്ലാവ്, കാട്ടി ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കാട്ടിൽ ഇല്ലാതെ വരും. അങ്ങനെ കാടിനകത്ത് വെള്ളവും ഭക്ഷണങ്ങളും ഇല്ലാഞ്ഞിട്ടാണ് വന്യമൃഗങ്ങൾ കാട് വിട്ടിട്ട് പുറത്തിറങ്ങുന്നത്. എന്താണ് അധിനിവേശ സസ്യങ്ങൾ? അധിനിവേശ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് പല മാർഗങ്ങൾ വഴി എത്തിപ്പെടുന്ന സസ്യങ്ങളാണ് അധിനിവേശ സസ്യങ്ങൾ. പലതരം ആവശ്യങ്ങൾക്കായിട്ട് ഇതുപോലെ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലേ?
നമ്മൾ കൃഷി ആവശ്യത്തിനായിട്ട് വരുന്നുണ്ട്, ഭക്ഷണ ആവശ്യങ്ങൾക്ക് വരുന്നുണ്ട്, അലങ്കാര ആവശ്യങ്ങൾക്ക് വരുന്നുണ്ട്. ചില അധിനിവേശ സസ്യങ്ങൾ ഇതുപോലെ വളരെയധികം വ്യാപനശേഷി ഉള്ളവയാണ്. അങ്ങനെ വ്യാപനശേഷിയുള്ള അധിനിവേശ സസ്യങ്ങൾ നമ്മുടെ കാടുകളിലെ ജൈവ വൈവിധ്യങ്ങളെ നശിപ്പിക്കുന്നു. അത്തരം സസ്യങ്ങളെയാണ് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ അധിനിവേശ സസ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുക? നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് അവയെ വേരോടെ പിഴുതു മാറ്റുക എന്നുള്ളതാണ്. കാടുകളിൽ അധിനിവേശ സസ്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് കെമിക്കലോ മറ്റ് രീതികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാട് തന്നെ നശിക്കുന്ന രീതിയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ അവയെ ഇതുപോലെ തന്നെ വേരോടെ പിഴുതു മാറ്റുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗം നിലവിലില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപനശേഷിയുള്ള 10 അധിനിവേശ സസ്യങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു അധിനിവേശ സസ്യമാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. എങ്ങനെയാണ് ഇതിന് കമ്മ്യൂണിസ്റ്റ് പച്ച എന്നുള്ള പേര് വന്നത്? കമ്മ്യൂണിസ്റ്റ് പച്ച എന്നുള്ള പേര് കേരളത്തിൽ മാത്രമാണ് കേട്ടോ. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അതിന് പ്രാദേശികമായിട്ട് മറ്റു പേരുകളുമുണ്ട്. ഇതിന് കമ്മ്യൂണിസ്റ്റ് പച്ച എന്നുള്ള പേര് വരാൻ കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പച്ച കേരളത്തിൽ വ്യാപിച്ചത് 1950കളിലാണ്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് കേരളത്തിൽ കമ്മ്യൂണിസവും വ്യാപിച്ചു വരാൻ തുടങ്ങിയത്. ആദ്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 കേരളത്തിൽ വന്നു. ഈ ഒരു കാലഘട്ടത്തിലുള്ള ഇതിൻ്റെ വ്യാപനം കൊണ്ട് തന്നെയാണ് ഇതിനും കമ്മ്യൂണിസ്റ്റ് പച്ച എന്നുള്ള പേര് വന്നത്. ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക അധിനിവേശ സസ്യങ്ങളും വന്നിട്ടുള്ളത് അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്നുമാണ് കേട്ടോ. അവിടെ തഴച്ചു വളർന്ന ഈ അധിനിവേശ സസ്യങ്ങൾക്ക് വേണ്ട അതേ കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക കാടുകളിലും നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സെന്ന, ലെൻഡാന, കമ്മ്യൂണിസ്റ്റ് പച്ച, ക്ലൈഡീമിയ ഹെക്ട്ര അങ്ങനത്തെ തുടങ്ങിയ എല്ലാതരം അധിനിവേശ സസ്യങ്ങളും നല്ല രീതിയിലാണ് നമ്മുടെ കാട്ടിൽ തഴച്ചു വളർന്നു വരുന്നത്. ഈ ഒരു വ്യാപനം തന്നെ കാടിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക്, നമ്മുടെ കാടൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഗ്രീൻ ഡെസേർട്ടായിരിക്കുകയാണ്, പച്ച മരുഭൂമി എന്ന് തന്നെ പറയാം. കാണുമ്പോൾ പച്ച കളർ ഉണ്ടാവും എന്നല്ലാതെ അവിടെ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം എല്ലാം നശിപ്പിച്ച് നമ്മുടെ തനതായ കുറ്റിപ്പുല്ലുകളും സസ്യങ്ങളൊക്കെ തന്നെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുപോലെ ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. മണ്ണിൻ്റെ അടിയിൽ നമ്മൾ കാണാത്ത ഇതുപോലെയുള്ള പല ഉരകവർഗ്ഗങ്ങളും ഉണ്ടായിരിക്കും. പാമ്പ്, ഹംനോസ്റ്റ് വൈപ്പറാണ്, മുഴമൂക്കൻ കുഴിമണ്ഡലി എന്നാണ് ഇതിന് പറയുക. നല്ല വിഷമുള്ളതാണ്. ഈ മണ്ണിൻ്റെ അടിയിൽ പതിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ കാഴ്ചയിൽ പെട്ടെന്ന് കാണാൻ സാധ്യത വളരെയധികം കുറവാണ്. നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ മുകളിൽ പോയി ചവിട്ടുകയോ തൊടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കടിയേൽക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല വിഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെയുള്ള ഫോറസ്റ്റ് റീസ്റ്റോറേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ബൂട്ട്, ഗ്ലൗസ് അങ്ങനത്തെ എല്ലാ സേഫ്റ്റി എക്യുപ്മെൻറ്റും നമ്മുടെ കയ്യിൽ വേണം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് വളരെ സാവധാനം മാത്രമേ നമുക്ക് ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മുടെ കൂടെ അവിടുത്തെ കാട്ടിലെ ഒരു ഗൈഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ പാമ്പിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റി തൊട്ടപ്പുറത്ത് ഒരു മരത്തിൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇനി എപ്പോഴെങ്കിലും നമ്മൾ അതിനെ അറിയാതെ പോയി തൊട്ട് കഴിഞ്ഞിട്ടുള്ള അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അവിടുത്തെ ഗൈഡാണ് അത് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാതെ നമ്മൾ പോയിട്ട് ഒരു കാരണവശാലും അതിനെ തൊടുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. കാടിനകത്ത് ഒരുപാട് ഉരകവർഗ്ഗങ്ങളും ഷഡ്പദങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ കണ്ണിൽപ്പെടാത്ത ഇത്തരം ജീവികൾ നമുക്ക് പലപ്പോഴും അപകടങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു തേനീച്ചക്കൂട് മതിയാകും നമുക്ക് നല്ല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം കാടിനകത്തേക്ക് കടക്കുന്നതും കാടിനകത്തുള്ള പെരുമാറ്റവും. അങ്ങനെ ആ പാമ്പിനെ നമ്മൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആർക്കും ശല്യമില്ലാത്ത രീതിയിലും ആ പാമ്പിനും ശല്യമില്ലാത്ത രീതിയിലും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെച്ചു. ഇനി നമ്മൾ ഈ റീസ്റ്റോറേഷൻ ചെയ്യുന്ന ഗ്രൂപ്പിനെ പറ്റി പറയാം. നമ്മൾ 30 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇന്നത്തെ ഈ റീസ്റ്റോറേഷൻ ഉള്ളത്. എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സംഘടനയാണ് നമ്മൾ ഈ ഒരു റീസ്റ്റോറേഷൻ വർക്ക് സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ കാടുകളിലും ഈ റീസ്റ്റോറേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കർണാടകത്തിലെ ഈ നാനാച്ചി ഫോറസ്റ്റിലും നമ്മൾ ഈ റീസ്റ്റോറേഷൻ വർക്കിന് വേണ്ടി വന്നിരിക്കുകയാണ്. കേരളത്തിലെ പെരിയാർ ടൈഗർ റിസർവും അതുപോലെ തന്നെ പറമ്പിക്കുളം ടൈഗർ റിസർവിനകത്തും ആദ്യമായിട്ട് റീസ്റ്റോറേഷൻ വർക്ക് ചെയ്ത ഒരു NGO ആണ് എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ. അതുപോലെ തന്നെ ഇപ്പോൾ കർണാടകത്തിലുള്ള നാഗർഹോള ടൈഗർ റിസർവിനകത്തും ആദ്യമായിട്ട് റീസ്റ്റോറേഷൻ ചെയ്ത ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ENF ഒരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. കാടുമായി ബന്ധപ്പെട്ട ഇത്തരം വർക്കുകളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു സംഘടനയാണ് ENF. കാടിനകത്ത് പെയ്ഡ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, ഇതുപോലത്തെ റീസ്റ്റോറേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, വേനൽക്കാലമാകുമ്പോൾ ബ്രഷ്വുഡ് ചെക്ക് ഡാമുകൾ പോലത്തുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ENF. ജനങ്ങൾക്ക് കാടുമായിട്ട് ഒരു അവബോധം സൃഷ്ടിക്കലാണ് ENFൻ്റെ പ്രധാന ലക്ഷ്യം. നിങ്ങൾക്കും കാടിനകത്ത് ഇതുപോലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ENFൻ്റെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ENF ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. 1000-ലേറെ മെമ്പർമാരുണ്ട് ENFൽ. ENFൽ ജോയിൻ ചെയ്യാനുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കും ആ ലിങ്ക് വഴി ENFൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നടത്താനുള്ള ക്യാമ്പുകളുടെ വിവരങ്ങളൊക്കെ ആ വാട്സപ്പ് വഴി നിങ്ങൾക്കും അറിയിപ്പായിട്ട് ലഭിക്കും.
നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കാട്ടിലേക്ക് എത്തിച്ചു തന്നു കേട്ടോ. അവിടുത്തെ ക്യാൻറ്റീനിൽ ഉണ്ടാക്കിയ ഭക്ഷണം തന്നെയാണ് അവർ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് കൂടെ 2ഉം 3ഉം ഗൈഡുമാർ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ഉപ്പുമാവ് വീട്ടിട്ട് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ഇവിടെ പിന്നെ നമ്മുടെ ഇവിടെ അല്ല ഉപ്പുമാവ് വീട്ടിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ. പെട്ടെന്ന് അവരെ വിളിക്കാം. അങ്ങനെ 2 ദിവസത്തെ ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ കഴിഞ്ഞു കേട്ടോ. വലിയൊരു പ്രദേശത്തെ വ്യാപിച്ച് കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച മുഴുവൻ നമ്മൾ പിഴുതു മാറ്റി ആ ഒരു പ്രദേശം മുഴുവൻ റീസ്റ്റോറേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത മഴക്കാലത്ത് വീണ്ടും നമ്മൾ ഈ ഒരു പ്രദേശത്തിൻ്റെ റിപ്പീറ്റായിട്ട് വീണ്ടും നമ്മൾ ഇവിടെ വന്ന് റീസ്റ്റോറേഷൻ ചെയ്യും. നിങ്ങൾക്കും ഈ ഒരു റീസ്റ്റോറേഷൻ വർക്കിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുള്ള ENFൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു റീസ്റ്റോറേഷൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.